വായിക്കടാ, ഞാൻ കണ്ണാടി എടുത്തില്ല. ആദായ നികുതി ഇളവ്, രാഷ്ട്രീയ രംഗത്ത് വടമതി, ഇതെവിടെ കിടക്കുന്നു? എന്താണോ ഞെട്ടുന്നത്? ഞെട്ടിക്കുന്ന വാർത്തയാണ് ആശാനെ. ആ എന്താ പെട്ടെന്ന് വായിക്കേ. അവസാനം നീ വന്നല്ലടാ. ഇതിനു വേണ്ടിയടാ ഞാൻ ഇത്രയും നാളെ കിടന്ന് കഷ്ടപ്പെട്ടത്. വളരെ കാലത്തിന് ശേഷം ഒരു അതിഥി എത്തുന്ന മഹത്തായ ദിവസം. എന്റെ മനക്കിലേക്ക് സ്വാഗതം. whatever it is, sir. മറ്റൊന്നും തോന്നരുത്. സാറിന് ഇനി ഇവിടെ റോളൊന്നുമില്ല. എന്റെ റോൾ അത് മറ്റാർക്കും ചെയ്യാൻ പറ്റില്ല. എല്ലാവർക്കും അറിയാം. മനസ്സിലായെന്ന് എനിക്ക് തന്നെ. അയ്യോ, ഈ നാട്ടിൽ ആർക്കാ സാറിനെ അറിയാത്ത? താനങ്ങ് ഇറങ്ങി കളിക്കുക അല്ലയോ? കളിക്കുമ്പോ ഇറങ്ങി കളിച്ചു തന്നെ സാറേ ശീലം. നമ്മുടെ മൂർച്ചകളുണ്ട് കേട്ടാ. ഇത് പഴയ കൊച്ചൊന്നുമല്ല, ആണി കിട്ടൂട്ടാ. കൊച്ചി പഴയ കൊച്ചിയില്ലെന്നറിയാം, പക്ഷേ ബിലാല് പഴയ ബിലാല് തന്നെ. വർഷങ്ങൾക്ക് ശേഷം സ്വന്തം യജമാനെ കണ്ട നായെ പോലാണ് ഇപ്പൊ കൊത്ത. ആദ്യം ഒന്ന് കുരയ്ക്കും, പിന്നെ വാലാട്ടിക്കൊണ്ട് ഓടി വരും, പിന്നെ കാൽകൾ വന്ന് കിടക്കും. വാർത്ത വരുന്നു. കലൂർ കേരള ബ്ലാസ്റ്റേഴ്സ് കൊച്ചി വിട്ടേക്കുമെന്ന് വാർത്ത വരുന്നു. കലൂർ സ്റ്റേഡിയത്തിന് പകരം ഇത്തവണ കോഴിക്കോടോ അതല്ലെങ്കിൽ മലപ്പുറമോ ഹോം ഗ്രൗണ്ടായി പരിഗണിക്കാൻ സാധ്യതയുണ്ടെന്ന് ഞങ്ങളുടെ സ്പോർട്സ് ഡെസ്ക് അറിയിക്കുന്നു. 24 എക്സ്ക്ലൂസീവ് വാർത്തയുമായി സ്പോർട്സ് ഡെസ്കിൽ നിന്ന്. അതെ, ഒന്നും കാണുന്നില്ല. ഇല്ല, ശൂന്യത മുഴുവൻ ഇരുട്ട. എന്റെ ഈശ്വര, ഇന്നു മുതൽ ഞാൻ കാന്താരിയാണ് സാർ. കാന്താരിയോ? ആ കണ്ണില്ലാത്ത രാഷ്ട്രർക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചില്ലേ കാന്താരി? അത് ഗാന്ധാരിയല്ലേ? അതിപ്പോ ഇങ്ങനെ പറയാ സാർ, കാലൊക്കെ ഒരുപാട് പോയില്ലേ? ആണോ? ആ സാർ അവിടെ ഇരുന്നാട്ടെ, ഇരുന്നാട്ടെ. ഞാൻ സാറെ സ്നേഹിച്ചു കൊല്ലും. അന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോ ഞമ്മക്കൊരു സിനിമാ പാട്ട് ഓർമ്മ വരികയാണ്. രമസാനിലെ ചന്ദ്രികയോ അറബി പെങ്കൊടി അയകിൻ പൂമ്പൊടി ആരിജ് ആരിജ് ആരിജ്. അമിന, അന്നെ നമുക്ക് തന്നത് പടച്ചോനാണ്. അല്ലെങ്കിൽ അന്റെ ബാപ്പയും ഞമ്മളെ ബാപ്പയും കൂട്ടുകച്ചവടം ചെയ്യൂ. കേരള ബ്ലാസ്റ്റേഴ്സ് കൊച്ചിയിലേക്ക് തിരിച്ചു വരുന്നു. ISL മത്സരം കൊച്ചിയിൽ തന്നെ നടക്കും. വാടകയിൽ ഇളവ് നൽകി GCDA സ്റ്റേഡിയം വിട്ടു നൽകും. ഔദ്യോഗിക പ്രഖ്യാപനം നാളെ ഉണ്ടാകും. റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി സ്റ്റേഡിയം പുതുക്കിപ്പടുന്നതിന് പിന്നാലെയാണ് ISL മത്സരങ്ങൾക്ക് വേദിയാകുന്നത്. അർജുൻ മട്ടന്നൂർ വിവരങ്ങളുമായി. ഞാൻ പറഞ്ഞു, എനിക്ക് ചൊറിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. ഞാനല്ലോ പറഞ്ഞത്, കുറെ ഉള്ളി പറക്കെ കുറെ കാണുന്നു. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ശരി, എല്ലാം പോട്ട്. ഇപ്പൊ എത്ര? ഇത്രയും ആയ സ്ഥിതിക്കുള്ള സത്യം തുറന്നു പറയാലോ. ഒരു മുത്തം തരാൻ പാടില്ലാതൊന്നും അന്റെ ഉപ്പാപ്പ പറഞ്ഞിട്ടുണ്ടാവില്ലല്ലോ. ഏത്ത് തൊട്ട അപ്പം മയ്യത്താവുന്ന പറഞ്ഞേക്കണേ. കള്ളപ്പന്നി. എന്തെങ്കിലും ആവട്ടെ, സംഭവിച്ചതൊക്കെ കുട്ടിന്, സംഭവിച്ചിട്ടിരിക്കുന്നതൊക്കെ കുട്ടിന്, സംഭവിക്കാൻ പോണതൊക്കെ കുട്ടിന്. ഇനി ഒന്നും സംഭവിച്ചില്ല, അതൊക്കെ വെരി വെരി കുട്ടിന്. ശരി, അതിന് ദേശീയ ശ്രദ്ധ കിട്ടിയെന്ന് നമുക്ക് ഉറപ്പിക്കാം. എന്നുവെച്ചാൽ നമ്മൾ വിജയിച്ചു. അല്ല സഖാവേ?